നിർധന രോഗികളുടെ ചികിത്സയ്ക്കായുള്ള സർക്കാരിന്റെ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ നിന്ന് കൂടുതൽ ആശുപത്രികൾ പിൻവാങ്ങുന്നു. കോടികൾ കുടിശ്ശികയായതോടെയാണ് പിന്മാറ്റം. 400 കോടി രൂപയാണ് സ്വകാര്യ ആശുപത്രികൾക്ക് ഈ ഇനത്തിൽ സർക്കാർ നൽകാനുള്ളത്. 24 എക്സ്ക്ലൂസീവ്. 400ഓളം സ്വകാര്യ ആശുപത്രികളാണ് സർക്കാരിന്റെ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുമായി സഹകരിക്കുന്നത്. രോഗി ആശുപത്രി വിട്ട് 15 ദിവസത്തിനകം പണം ആശുപത്രി കൈമാറണമെന്നാണ് വ്യവസ്ഥ. വൈകുന്ന ഓരോ ദിവസത്തിനും പലിശ നൽകണം. എന്നാൽ മാസങ്ങളായി ഈ തുക കുടിശ്ശികയാണ്. മലപ്പുറം ജില്ലയിൽ മാത്രം 100 കോടിയോളമാണ് കുടിശ്ശിക. ദരിദ്രരേഖയിൽ താഴെയുള്ള കുടുംബങ്ങളുണ്ട്. അവരൊക്കെ ഈ സ്കീമിൽ നിന്ന് സൗജന്യ ചികിത്സ കൊണ്ടാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു സുപ്രഭാതത്തിൽ ഇത് നിർത്തലാക്കി എന്ന് പറഞ്ഞാൽ ഇത് ഒരു വലിയൊരു പ്രത്യാഘാതങ്ങൾ ആരോഗ്യരംഗത്തുണ്ടാവും. സ്വകാര്യ ആശുപത്രികളുടെ തീരുമാനം നിർധന രോഗികളെ പ്രതികൂലമായി ബാധിക്കും. 150ഓളം ആശുപത്രികൾ പദ്ധതിയിൽ നിന്ന് പിന്മാറി. പണം നൽകിയില്ലെങ്കിൽ മറ്റു ആശുപത്രികളും ഉടൻ പിന്മാറും. ഇക്കഴിഞ്ഞ ഒക്ടോബറിലും പദ്ധതിയിൽ നിന്ന് പിന്മാറുമെന്ന ആശുപത്രികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ഉടൻ കുടിശ്ശിക തീർക്കാമെന്ന സർക്കാർ ഉറപ്പിന്മേൽ തുടർന്നും സഹകരിക്കാൻ തയ്യാറായി. 2 മാസം പിന്നിട്ടിട്ടും തുച്ഛമായ പണം മാത്രമാണ് ലഭിച്ചതെന്നാണ് പരാതി. കേന്ദ്ര സഹായം ലഭിക്കാത്തതും രോഗികളുടെ എണ്ണത്തിലുണ്ടായ വർധനയുമാണ് പ്രശ്നത്തിന് കാരണമെന്നാണ് സർക്കാർ വിശദീകരണം. സമീർ ബിൻ കരീം, 24 മലപ്പുറം.